നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 25, 26 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ ചുരുക്കി പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മാർച്ച് 25 രാവിലെ 6:17 AM മുതൽ മാർച്ച് 27 രാവിലെ 9:35 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ശുക്രൻ 26-ാം തീയതി രാവിലെ 5:10 മേടം രാശിയിൽ വരുന്നുണ്ട്. അതുകൂടാതെ ഈ ദിവസങ്ങളിൽ, ഈ പറഞ്ഞ കാലയളവിൽ ചന്ദ്രനും വ്യാഴവും ഒരുമിച്ച് വരുന്നു മിഥുനം രാശിയിൽ, അതായത് ഗജകേസരി യോഗം. അപ്പോൾ പൊതുവെ എല്ലാവർക്കും, ഈ 12 രാശിക്കാർക്കും ചെറിയ ഒരു ആനുകൂല്യം ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് രാഹുകാലം നോക്കാം. ഓക്കെ, 25-ാം തീയതി രാഹുകാലം ഉച്ചയ്ക്ക് 12:32 PM മുതൽ ഉച്ചയ്ക്ക് 2:03 PM വരെയാണ് രാഹുകാലം. 25-ാം തീയതി 26-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2:02 PM മുതൽ 3:33 PM വരെയാണ് രാഹുകാലം. 26-ാം തീയതി രാഹുകാലത്ത് നമ്മൾ ഈ യാത്രകൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് കഴിവതും വിട്ടു നിൽക്കുക. ഇനി നമുക്ക് ഫലങ്ങൾ നോക്കാം. ഈ ഫലങ്ങളൊക്കെ പറയുന്നതിന് നിങ്ങൾ ദക്ഷിണ തരണം, പണമായിട്ട് വേണ്ട. പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധിയായ വിവരങ്ങൾ, സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മറുപടി പറയാം. വാട്സാപ്പിലൂടെ മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ സമയം. പക്ഷേ പെട്ടെന്നൊന്നും മറുപടി പ്രതീക്ഷിക്കരുത്, കാര്യം തിരക്കാണ്, എല്ലാ തരത്തിലും തിരക്കാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് താമസിക്കും. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ദയവേത് ഫോൺ വിളിക്കരുത്, മെസ്സേജ് മാത്രം അയയ്ക്കുക, വാട്സാപ്പ് മെസ്സേജ്. ഓക്കെ, പിന്നെ മാർച്ച് 24-ാം തീയതി ചൊവ്വാഴ്ച ഏകദേശം രാവിലെ 8:15 ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. രോഹിണിയാണ് ഇപ്പോഴത്തെ നക്ഷത്രം നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ തുലാം രാശിക്ക് അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഓക്കെ, ഞാൻ തുലാം രാശിക്കാരാണ്. ഓക്കെ, കർക്കിടക ലഗ്നമാണ്. അപ്പോൾ ഈ അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന, തുലാം രാശിക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുമ്പോൾ മിക്കവാറും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നം വരും. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് ജലദോഷമുണ്ട്. ഓക്കെ, എന്തായാലും ഫലത്തിലേക്ക് കടക്കാം. എന്തായാലും ജലദോഷം മാത്രമല്ലേ ഉള്ളൂ, വേറെയൊക്കെ നല്ല ആറ്റം ബോംബ് പോലുള്ള രോഗങ്ങൾ വേറെയുണ്ട്, അതൊന്നും വരുന്നില്ലല്ലോ. പിന്നെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഒരു നാരായണീയത്തിലൊരു ശ്ലോകമുണ്ട്. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാവിതപത്മയോനിഹ അനന്തഭൂമ മമ രോഗരാശിയും നിരുന്തി വാതാലയവാസ വിഷ്ണു. ഈ ശ്ലോകം ചൊല്ലുന്നത് രോഗങ്ങൾ ശമിക്കാനും പൂർണ്ണമായിട്ട് മാറാനും സഹായിക്കും. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സൂര്യനും ശനിയും 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് വയ്ക്കുന്നു.
അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും ഉടലെടുക്കാം. ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ചന്ദ്രൻ ഉൾപ്പെടെ അനുകൂലമാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ. പൊതുവെ മേടൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. പിന്നെ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പിന്നെ തീർച്ചയായിട്ടും തീർത്ഥയാത്രകൾക്ക് അവസരമൊരുങ്ങും. അത് പറയുന്നത് ശുക്രനും വ്യാഴവും അനുകൂലമാകുന്നത് മാത്രമല്ല, ചൊവ്വയും അനുകൂലമാണ്. അപ്പോൾ വാഹന ലാഭം, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തീർത്ഥയാത്രകൾക്കോ ഉല്ലാസ യാത്രകൾക്കോ ഒക്കെ അവസരം ഒരുങ്ങും. പിതൃ സ്വത്ത് ലഭിക്കാം, പിതൃഗുണം, സന്താന നേട്ടം. പിന്നെ ഈ മീനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം ഉണ്ടാവാം എന്നല്ല, ഉണ്ടാകും. ഓക്കെ. പിന്നെ ശനി 11ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സർവകാര്യ വിജയം, എല്ലാ കാര്യത്തിലും ഇവർക്കൊരു വിജയ സാധ്യത നിലനിൽക്കുകയാണ്. പിന്നെ സാങ്കേതിക മികവ് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ. പൊതുവെ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് കുറച്ച് നാളിന് ശേഷം ഒരു 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നുണ്ട്. ഗുണാധിക്യം പറയാം. പക്ഷേ അത് ശുക്രൻ ഈ 26-ാം തീയതി രാവിലെ 5:10 മേടത്തിൽ വരുമ്പോൾ മുതലേ ഉള്ളൂ. അതേസമയം മീനം, മേടം മാസങ്ങളിൽ മിഥുനം രാശിക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. ഇവർക്ക് വ്യാഴവും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഓക്കെ. അത് 26-ാം തീയതി രാവിലെ 5:10 ശേഷമാണ്. ഓക്കെ. അതായത് ശുക്രൻ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നു. ഓക്കെ. അസാമാന്യ ധനവരവ് പ്രതീക്ഷിക്കാം. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയായില്യം. ഗുണദോഷ സമ്മിശ്രമാണ്. അതിൽ തന്നെ ഇമ്മിണി പ്രശ്നമുണ്ട്. കാര്യം ഈ ചന്ദ്രനും വ്യാഴവും ഒക്കെ 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഇമ്മിണി പ്രശ്നമാണ്. എങ്കിലും ഗജകേസരി യോഗത്തോടെ രണ്ടുപേരും കൂടെ നിൽക്കുമ്പോൾ അത്ര വലിയ പ്രോബ്ലം വരുന്നില്ല. ചൊവ്വയും സർപ്പവും അഷ്ടമത്തിലാണ്. കർക്കിടക രാശിക്കും കർക്കിടക ലഗ്നത്തിനും ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. നമ്മൾ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക.
പിന്നെ ഇവർക്ക് അത്യാവശ്യം ധനവരമൊക്കെ ഉണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തുമൊക്കെ ചെറിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കുക. എങ്കിലും തടസ്സങ്ങൾ പ്രതീക്ഷിക്കുക. അത്ര വലിയ ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല കർക്കിടകം രാശിക്ക്. ഓക്കെ, ഇനി ചിങ്ങം രാശി. മകം, പൂര, ഉത്രം, ആദ്യപാദം. ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇവ മൂന്നും ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഓക്കെ, എന്നാലും 4 ഗ്രഹങ്ങൾ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ക്ഷമിക്കണം, 3 ഗ്രഹങ്ങൾ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ അത് ജീവിത പങ്കാളിയായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സ്, ജീവിത പങ്കാളി മാത്രമല്ല. അപ്പോൾ അതൊക്കെ വിവേകപൂർവ്വം പരിഹരിക്കുക. പിന്നെ അഷ്ടമത്തിലാണ് സൂര്യനും ശനിയും, ചൊവ്വയൊക്കെ പ്രതികൂലമാണ്. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ അപകടങ്ങൾ, തീപ്പൊള്ളൽ, അതുപോലെ തന്നെ വീഴ്ച, ഇതൊക്കെ കരുതിയിരിക്കുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാട് നടത്തുക. ശനിയാഴ്ച അഷ്ടമ ശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് കുറേയൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. നേട്ടങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിലും അതിനൊക്കെ ഒരു പരിധിയും മറ്റ് തടസ്സങ്ങളുമൊക്കെ വരാം. ബന്ധങ്ങൾ ഊഷ്മളമാവും. വ്യാഴം 11, ചന്ദ്രനും വ്യാഴവും 11ാം ഭാവത്തിലാണ്. എന്നിട്ട് പോലും ഞാൻ പറയുന്നത് അത്ര നല്ല ദിവസങ്ങളല്ല ഇതെന്നാണ്. കാരണം ഈ 5 പാവഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണെന്ന് പറയുന്നത്. ഭൗതിക സുഖങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിലും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. തടസ്സങ്ങളുമൊക്കെ പ്രതീക്ഷിക്കുക. അത്ര നല്ല ദിവസങ്ങളല്ല ചിങ്ങം രാശിക്ക്. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 7ാം ഭാവത്തിൽ സൂര്യനും ശനിയും നിൽക്കുന്നു. അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. വിവേകപൂർവ്വം അത് പരിഹരിക്കുക. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. പറ്റുമെങ്കിൽ ശിവപാർവതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഓക്കെ, ഇവർക്ക് ഭാഗ്യപരീക്ഷകളിൽ ചെറിയ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. കന്യരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ചന്ദ്രൻ ഇവിടെ അഷ്ടമത്തിൽ നിന്ന് മാറി 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വരും. ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. എന്നാൽ തന്നെയും 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ഗജകേസരി യോഗം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. ജലദോഷമൊക്കെ ചെറുതായിട്ട് മാറിയെന്ന് വരും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, തീർച്ചയായിട്ടും ഭാഗ്യപരീക്ഷകളിൽ ചെറിയ സാധ്യതയുണ്ട്. മീനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ഭാഗ്യം ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവപ്പെടും. ശുക്രൻ 7ാം ഭാവത്തിലേക്ക് മാറുന്നു. 8ാം ഭാവത്തിൽ വരുമ്പോൾ മുതലാണ്
അസാമാന്യമായ ധനവരവ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു സാധാരണ നിലയിലൊക്കെ ഉള്ള ധനവരവ് ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും ശനി അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ 6-ാം ഭാവത്തിലാണ്. അപ്പോൾ ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകും. പിന്നെ ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. ജലദോഷത്തിന് ഡോക്ടറെ കാണണമെന്നില്ല, അത് മാറിപ്പോവും. ഓക്കെ. അപ്പോൾ തുലാം രാശിക്ക് പൊതുവെ പ്രധാനമായിട്ടും പ്രത്യേകിച്ച് പറയാനുള്ളത്, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവും ഇപ്പോൾ തൽക്കാലമില്ല. ഓക്കെ. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള നല്ല ദിവസങ്ങളാണ്. പിന്നെ നമുക്ക് വൃശ്ചികം രാശി നോക്കാം. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. എങ്കിലും പൊതുവെ ധനവരവിനൊക്കെ ചെറിയൊരു കുറവ് അനുഭവപ്പെടും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് പരിചയപ്പെടാനും ആ ബന്ധം ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ ഗുണകരമായി തീരുകയും ചെയ്യും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പിന്നെ ചൊവ്വ അനുകൂലമായതിനാൽ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 5 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ചന്ദ്രൻ, ശനി, സൂര്യൻ, ശുക്രൻ ഒക്കെ അനുകൂലമാണ്. വ്യാഴവും ശിഖയും മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ചാമുണ്ഡി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച നമ്മൾ വഴിപാട് നടത്തുക. അതല്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വഴിപാട് നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, ഈ മീനമാസം മുഴുവൻ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം ഇവ അനുഭവപ്പെടും. ശനി അനുകൂലമാണ്. അപ്പോൾ സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ, വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, രാഷ്ട്രീയ രംഗത്ത് നേട്ടമുണ്ടാവാം. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇവർ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാട് നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് ധനപരമൊക്കെ ഉണ്ടാവും, എങ്കിലും എല്ലാത്തിനും ഒരു തടസ്സം പ്രതീക്ഷിക്കാം. ശുക്രനും വ്യാഴവും ഒക്കെ അനുകൂലമാണ്, എങ്കിലും സംഭവം ഭൗതിക സുഖങ്ങൾക്ക് പോലും അല്പം കുറവ് അനുഭവപ്പെടാം. ബന്ധങ്ങൾ ഊഷ്മളമാവുമെങ്കിലും പൊതുവെ ഈ 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാ രംഗത്തും ഒരു മന്ദതയും
അതുപോലെ തന്നെ ഒരു എല്ലാത്തിനും ഒരു തടസ്സവും ഒക്കെ പ്രതീക്ഷിക്കാം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളുള്ള ദിവസങ്ങളാണ്. ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. നിയമപരമായ പ്രശ്നങ്ങൾ പുതുതായിട്ട് ഉടലെടുക്കാം. കരുതിയിരിക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ജന്മശനിയാണ്. അപ്പോൾ പൊതുവെ ശനിയും സൂര്യനും ചൊവ്വയൊക്കെ പ്രതികൂലമായതുകൊണ്ട് അപകടങ്ങൾ കരുതിയിരിക്കുക. പിന്നെ ഇവർക്ക് കുറേയൊക്കെ ധനപരമൊക്കെ ഉണ്ടാവും. എങ്കിലും എല്ലാറ്റിനും ഒരു തടസ്സം പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ബ്രഹ്മമുഹൂർത്തം നോക്കാം. 25, 26 തീയതികളിൽ രാവിലെ 4:54 AM മുതൽ 5:42 AM വരെയാണ് 25-ാം തീയതി 26-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 25-ാം തീയതി ഇല്ല. 26-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:08 PM മുതൽ ഉച്ചയ്ക്ക് 12:56 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം 26-ാം തീയതി. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. ഇനി നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 25-ാം തീയതി ബുധനാഴ്ച പച്ച, 26-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഇവയുടെ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 25-3-2026 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 7, 5, 6, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 26-3-2026 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 6, 2, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.